ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ വിഷയം നമ്മളെ ഈ ബിഗ് ബോസിനെ കുറിച്ചൊക്കെയാണ്. ഞാൻ ഇത് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എന്നാൽ തന്നെയും ഞാൻ ഇന്നൊരു ഇത് വീഡിയോ കാണാനിടയുണ്ടായി. അതായത് നമ്മൾ അരിയണ്ണനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. അരിയണ്ണൻ കഴിഞ്ഞ ഒരു ദിവസം അതായത് അഭിഷേകിനോടും അതായത് നമ്മുടെ നന്ദനയോടും കൂടി ഇന്ന് പറയുക, ജിൻഡോയെ കപ്പടിക്കാൻ ഞാൻ അനുവദിക്കില്ല, കപ്പിൽ തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് 5 കയറിക്കോട്ടെ, ടോപ്പ് 5 വരെ എത്തിക്കാം, പക്ഷെ കപ്പടിക്കാൻ ഞാൻ തൊടാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ ചതച്ച് ഒരു ഈഞ്ചപ്പരുമാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്റെ അരിയണ്ണ ഇപ്പോ നല്ല സീക്രട്ടായിട്ടായിരുന്നു ഇവിടെ പുറത്ത് കിടന്ന് വിലസിയ സീക്രട്ട് എണ്ണ അകത്ത് ചെന്നപ്പം ഒരു പൂച്ചയെ പോലെ, ഒരു പതുങ്ങി എലിയെ പോലെ ആയിപ്പോയി. ഭയങ്കരമായ പുലിയായിരുന്നു. അവിടെ ചെന്നപ്പോ ഒരു എലിയായി മാറുകയായിരുന്നു എന്റെ അരിയണ്ണ. ഇപ്പം അരിയണ്ണ വീശയൊക്കെ അടിച്ച് അണ്ണനെ കാണാൻ തന്നെ ഒരു കോലം തന്നെ. എന്താണ് ഇങ്ങനെയൊക്കെ? എന്താ ഇങ്ങനെയൊക്കെ? ഒരാളിനെ ഞാൻ ചോദിക്കട്ടെ, ആ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് നിന്നാ കളിക്കുന്ന, അവിടെ ആരെയും കൂട്ടാതെ. അതാണ് കളി. അങ്ങനെ കളിക്കുന്ന അവനാണ് യഥാർത്ഥത്തിൽ വിന്നർ ആകേണ്ടതും. അവനാണ് യഥാർത്ഥത്തിൽ ഒന്നാമൻ. താങ്കൾ എന്താ അവിടെ കാണിച്ചു കൂട്ടുന്ന? കുറച്ചു പേര് ചേർത്തും കൊണ്ടാണോ ഇതൊക്കെ കളിക്കുന്നത്? താങ്കൾ ഇവിടെ ഒരു ചാനലൊക്കെ നടത്തി ഇതൊക്കെ പോകുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. ഇതാണ് നമുക്ക് ഈ യൂട്യൂബേഴ്സിന് കൂടെ അപമാനം ഉണ്ടാക്കി വെക്കുന്ന രീതികളിലുള്ള കളിയാണ് താങ്കൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടി സെറ്റായി കൊണ്ട് ഒരു മനുഷ്യനെ വേട്ടയാടുക. എന്തുകൊണ്ട്? താങ്കൾക്ക് എന്താ ഒറ്റയ്ക്ക് കളിച്ചൂടെ? ഇതെല്ലാം പറയാനും പറഞ്ഞ് ഇതിനു വേണ്ടി താങ്കളുടെ മൈൻഡിൽ അത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ധൈര്യമില്ലയോ? അതുകൊണ്ടാണോ പലരോടും ഇങ്ങനെ പറഞ്ഞു ഈ ഒരു കാര്യം നടക്കുമോ? എന്റെ അരിയണ്ണ ഇവിടെ നിന്ന് കണ്ടിട്ട് പോയല്ലേ ജിൻഡോയ്ക്കുള്ള ഈ സപ്പോർട്ട് കണ്ട് കയറിയ താങ്കളല്ലേ? എന്നിട്ട് അവിടെ ചെല്ലുമ്പോ എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞ അതിനെതിരെ താങ്കൾ കളിക്കണമായിരുന്നു. താങ്കൾക്ക് അദ്ദേഹത്തെക്കാളും മുന്നിലെത്താനുള്ള കളിയാണ് താങ്കൾ കളിക്കാനുള്ളത്. താങ്കൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് കളിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അതല്ല ഒരു ഗെയിമർ എന്ന് പറയുമ്പോൾ താങ്കൾ ഇതുവരെ ആരും ഒരു ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ടില്ല. താങ്കൾ ഇപ്പോ ഇവിടുന്ന് ഇവിടുന്ന് മത്സരത്തിൽ ഇതിന് പോകാനായിട്ട് ഇതിൽ വന്നപ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര, യൂട്യൂബേഴ്സുകളൊക്കെ ഭയങ്കര ഇതാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ ചെല്ലുമ്പം നിങ്ങൾ പൊളിക്കും, നിങ്ങൾ കലക്കും, കപ്പ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ ചാനലുകൾ, അതായത് സമ്മർ മീഡിയ എന്നൊക്കെ പറയുന്ന വലിയ ചാനലുകാരൊക്കെ താങ്കളെ വലിയ ആരവമായിട്ടൊക്കെ ആണെന്ന് പറഞ്ഞ് അന്ന് ഇതൊക്കെ പറഞ്ഞത്. സായി പോയാൽ അവിടെ ഒരു കലക്കും, സായിയാണ് പോണത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അദ്ദേഹം അന്ന് താങ്കൾക്ക് വേണ്ടി ചെയ്തു. പക്ഷെ അദ്ദേഹത്തെയൊക്കെ താങ്കൾ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തെയൊക്കെ ഒരുപാട് നിരാശമായി. അദ്ദേഹം കടിക്കാനും വയ്യ, പിടിക്കാനും വയ്യാത്ത രീതികളിലായി. ഞങ്ങൾ അന്നേ പറഞ്ഞു താങ്കളെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കഴിവിനനുസരിച്ച് നമ്മൾ പറഞ്ഞു താങ്കൾക്ക് ഇതിനൊന്നും ഉള്ള ഒരു ഇതില്ല. കാരണം ഇപ്പോ പ്രാവശ്യം താങ്കൾ എന്താ 5 പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞ താങ്കൾ ഔട്ടായി പോവുകയാണ്. താങ്കൾക്ക് മറ്റേ ഇത് കിട്ടിയത് കൊണ്ട് താങ്കളെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്രാവശ്യം നിങ്ങൾ നിൽക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ തെറ്റിയാണ് നിൽക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഈ കാണിച്ചത് നിങ്ങൾ കാണിക്കുന്നത് മഹാത്തമ്മാടിത്തനമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരാളിനെ അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുക. അവര് കളിച്ചല്ലേ, അദ്ദേഹം വേറെ ആരോട് ഞാൻ നിന്നെ ആരെയും ചെയ്യാൻ സമ്മതിക്കില്ല, താങ്കളെടുത്ത് ഇതുവരെക്കെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, അയാൾ പറഞ്ഞിട്ടില്ലല്ലോ, ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന ആളിനെ ഞാൻ തകർക്കും. അതാണ് മൈൻഡ് ചെയ്യുന്നത്. നിങ്ങൾ തകർക്കും എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ തകർക്കും. നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാം ഇത് ഓപ്പൺ ആയിട്ട് ഇത് പറയുമ്പോൾ നാട്ടുകാർ നിങ്ങളെ എടുത്തിട്ട് പൊങ്കാല ഇടുമെന്ന് താങ്കൾക്ക് അറിയാമായിരുന്നു. താങ്കളുടെ ഭാര്യ പാവം
അവര് വരെ പറയുന്നു ഞാൻ എന്ത് ചെയ്യാൻ, ഒറ്റയ്ക്ക് നിന്ന് കളിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. അവര് വരെ താങ്കളെ ട്രോളുക. ഒരു സ്വന്തം ഭാര്യ വരെ ട്രോളുമ്പോൾ താങ്കൾ എന്താ ഈ കാട്ടിക്കൂട്ടണേന്ന് എനിക്കൊരു പിടിയില്ല. എന്ത് തന്നെയായിരുന്നാലും ഒരു ഒരു രസം തന്നെ നിങ്ങളുടെ ഈ വർത്തമാനങ്ങളും നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഈ ഇതേ തന്നെ ഒരു ആ മീശയൊക്കെ എടുത്ത് മീശയും താടിയൊക്കെ എടുത്തപ്പോൾ പിന്നെ ആ വെള്ള മുടിയൊക്കെ പിടിപ്പിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ നടക്കണം, കണ്ണനായി. ഇനി കണ്ണനായി നടക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ആയി നടന്നോളൂ, ഇനിയെങ്കിലും നല്ലതുപോലെ ആയിരിക്കട്ടെ. പക്ഷെ ഇമാതിരിയുള്ള പരിപാടി ചെയ്യാൻ പോകാതെ ഒരു പാവത്തിനെ അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് താങ്കള് ആടെ ഇതൊക്കെ കേട്ടുകൊണ്ട് പലരും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന പോലെയൊക്കെ തോന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഒരു അദ്ദേഹം ആരടുത്തും ഇതില് ഒരു പാവമല്ലേ, പാവം കിട്ടത്തില്ലേ പലരും. ഇന്നിപ്പോ നന്ദനെ ഞാൻ ഇന്നൊരു ഇത് കണ്ട, നന്ദന എന്ന് പറയുന്ന ആ കുട്ടി അദ്ദേഹത്തെ കൈ പിടിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞിട്ട് കൈവിട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. എന്നെ പീഡിപ്പിക്കുക, എന്നെ വിട് എന്ന് ഏതോ സിനിമയിൽ പറയും കണക്ക് അവരെ പിടിച്ചു വെച്ചിട്ട് അവൻ തന്നെ പറയും എന്നെ വിട് എന്ന്. അപ്പോൾ ഇപ്പൊ ഒരു പെണ്ണിനെ പിടിച്ചു വെച്ചിരിക്കണം എന്ന് പറയുമ്പോ ബിഗ് ബോസ് തന്നെ വിചാരിച്ച് അവളെ പിടിച്ചു വെച്ചിരിക്കണം. നിങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും താങ്കളൊക്കെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ നിങ്ങൾ അപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കള്ളങ്ങളും കപടങ്ങളുമായിട്ടൊക്കെയാണ് ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഒരു ഇതുണ്ട്. കാരണം നിങ്ങൾ ഈ ഡോക്ടർ അവിനാദാശൻ പറഞ്ഞതിന് നിങ്ങൾക്ക് നല്ലതായി പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ അറിയാം പലരും എടുത്തിട്ട് ട്രോള് മൊത്തം ട്രോളായി ഇവിടെ. ആ പെങ്ങള് തന്നെ പറയുന്നു എന്താ ഈ ഇദ്ദേഹം കാണിക്കുന്നതെന്നാണ് പറയുന്നത്. വളരെ മോശമായി. പിന്നെ ഭർത്താവല്ലേ എനിക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഒരു മനുഷ്യനെ, കാരണം ജിൻഡോയെ കാരണം ഇപ്പൊ എല്ലാവരും കുറെ പേര് ചേർന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ബിഗ് ബോസ് തന്നെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പലരും വിചാരിക്കുന്നുണ്ട് അതില്. അതുകൊണ്ട് പല ഗെയിമുകൾ അദ്ദേഹത്തെ ഇതായി ഫിസിക്കൽ ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ സീക്രട്ട് ഇത് താങ്കൾക്ക് ഇത് നല്ലതല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരികയാണ്. ഹരിയണ്ണ, ഇതൊക്കെ ഒന്ന് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികളൊക്കെ നിർത്തിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക. അതാണ് ചങ്കൂറ്റം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മറ്റുള്ള കുറെ പേര് ചേർന്നുകൊണ്ട് ഒരാളിനെ അറ്റാക്ക് ചെയ്യുക അല്ല വേണ്ടത്. ഒറ്റയ്ക്ക് നിങ്ങൾ ഈ ബിഗ് ബോസിൽ ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടത്തുള്ളൂ. ഒരുപാട് പേർക്കൊന്നും കപ്പ് കിട്ടില്ല, ഒരാൾക്ക് മാത്രമാണ് കപ്പ് കിട്ടുന്നത്. എന്തിനാ ഒരു മനുഷ്യനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഹരിയണ്ണന്റെ ഈ ഐഡിയകളൊക്കെ കൊള്ളാം. ഈ ഐഡിയ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതാണ് ഭയങ്കര ഐഡിയ എന്നൊക്കെ പറഞ്ഞാൽ നടക്കണേ. അപ്പൊ താങ്കൾ ഇത്രയും നാൾ ചെയ്ത വീഡിയോകളൊക്കെ അത്രയും താങ്കൾ ഈ ഉടായ്പ പരിപാടിയായിരുന്നല്ലേ, ഒരുപാട് പരിപാടികൾ ചെയ്തിട്ട് പോയതല്ലേ. ശരി, ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബിഗ് ബോസിനെ കുറിച്ച് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എന്ത് തന്നെ ആയിരുന്നാലും ഇത് കേട്ടപ്പോൾ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു ചെയ്തതാണ്. ഇത് കണ്ടപ്പോൾ താങ്ക് യു വെരി മച്ച്.